നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു രണ്ടും കൂടിയുള്ള കമ്പാരിസൺ ആണ്. ക്ലാരിറ്റി ഏതാണ് ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ളത്, ഏതാണ് ഒന്നും കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെറ്റർ എന്ന് നോക്കാൻ പോവാണ്. GoPro 13 ബ്ലാക്കും അതുപോലെ iPhone 16 പ്രോയും കൂടിയാണ് നമ്മൾ നോക്കുന്ന കമ്പാരിസൺ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലുള്ള മുമ്പുണ്ടായിരുന്ന GoPro അതിലായി നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നു വ്ളോഗ്. അതും നമ്മൾ ഐഫോണും കൂടി വെച്ചിട്ട് കമ്പാരിസൺ നോക്കാൻ പോവാണ്. ക്ലാരിറ്റി കാര്യങ്ങൾ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വ്ളോഗാണ്. കാരണം കയ്യിൽ രണ്ട് സാധനം ഉണ്ടെങ്കിലും GoPro 13 ഇത് രണ്ടും കൂടിയുള്ള വീഡിയോ നമ്മൾ നോക്കാൻ പോട്ടെ. ഏതാണ് ബെറ്റർ? ഇതിന് ഏകദേശം ഒരു 40,000 രൂപ ഇതിന് മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഐഫോൺ ഏകദേശം 90,000 റുപ്യ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി ക്ലാരിറ്റി ഏതാ ബെറ്റർ, എന്തൊക്കെ ക്വാളിറ്റീസ്, എന്തൊക്കെ പ്രത്യേകത എന്നൊക്കെ നോക്കാൻ പോകട്ടോ. നിലവിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് GoProയിൽ ഷൂട്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ. രണ്ടും കൂടിയുള്ള ക്ലാരിറ്റി നിങ്ങൾ നോക്കണം. അടുത്ത് കാണുന്നത് GoProൻ്റെ വിഷ്വലായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു വിഷ്വൽ എന്ന് വെച്ചാൽ GoProയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. മുമ്പ് കണ്ട വിഷ്വൽ ഐഫോണിലായിരുന്നു, ഇപ്പോൾ കാണുന്നത് GoProയിലാണ്. ഈ രണ്ട് വീഡിയോൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളും നിങ്ങൾ നോക്കുക. ഇതിൽ ചിലപ്പോൾ നോയ്സ് വരാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതിൽ നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. നേരത്തെ കണ്ട വിഷ്വലിൽ നമ്മൾ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നോയ്സ് ഉണ്ടാവില്ല. പക്ഷേ നോയ്സ് അല്ലാണ്ട് നിങ്ങൾ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമ്പാരിസൺ ചെയ്യുക. ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മൾ വീണ്ടും ഐഫോണിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ വീണ്ടും ഐഫോണിലേക്ക് വന്നിട്ടുണ്ട് വീഡിയോ. അപ്പോൾ GoProത്തെ വിഷ്വലാണ് അതിന് മുമ്പ് കാണിച്ചത്. അതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഐഫോണിലെ വീഡിയോസാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള കമ്പാരിസൺ ചെയ്യാനുള്ള കാരണം നമ്മളത്തെ രണ്ട് സാധനമുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്നോട്, ഞാൻ GoPro കൊടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഇട്ടപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് ഐഫോണിൽ ഏത് മോഡലാണ് ബെറ്റർ, അല്ലെങ്കിൽ GoPro എന്താണ് പാട്, GoPro വീഡിയോക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ ഏതായിട്ട് നമ്മളത്തെ രണ്ട് സാധനമുണ്ട്, അപ്പോൾ രണ്ടും കൂടി ഒരു കമ്പാരിസൺ നോക്കാം. നിങ്ങൾക്കൊരു ഉപകാരപ്പെടാണ് ബെറ്റേച്ചിട്ടാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. നമുക്ക് GoProയിലേക്ക് വരാം. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. GoPro 13 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ്, പുതിയ സാധനമാണ്. ഞാൻ ലെസ് യൂസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഈ സാധനം ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഏതായാലും വേണ്ടവരുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുക. ഈ ഒരു സാധനം ഐഫോൺ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ യൂസ് എന്ന് വെച്ചാൽ സിമ്പിളാണ്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ജസ്റ്റ് നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ സാധനം ഓണായി വരും കേട്ടോ. പിന്നെ ഇതിൻ്റെ അടുത്ത് നോക്കിയാൽ ഇവിടെ സ്ക്രീൻ വരുന്നുണ്ട്. എൻ്റെ മുമ്പ് GoPro 8 ഉണ്ടായിരുന്നു, നിലവിൽ കയ്യിലുണ്ട്. അപ്പോൾ ഇവിടെ മാത്രം സ്ക്രീൻ ഉള്ളായിരുന്നു കേട്ടോ 8-ന്. പിന്നെ ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ബാക്കിൽ നമുക്ക് സ്ക്രീന് കാണും. ഇപ്പോൾ നമ്മൾ എത്രത്തോളം ഈ ഒരു ക്യാമറയുടെ ഉള്ളിലുണ്ട്, പുറത്താണ് നമ്മൾ നിൽക്കുന്നത്, നമുക്ക് ഏതൊരു പൊസിഷനിലേക്കാണ് പോകേണ്ടതെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീനിലുള്ളതുകൊണ്ട് തന്നെ ഉപകാരമാണ്. ഇപ്പോൾ നമ്മളിതാ ഐഫോണിൽ ഷൂട്ട് ചെയ്യുന്നവരെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ കാണാം. സ്ക്രീനിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ബാക്ക് സ്ക്രീനാണ് കേട്ടോ ഇത്. ഇവിടെ ഇതാണ് ക്യാമറ ലെൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തും സ്ക്രീനിൽ നമുക്ക് കാണാം. പിന്നെ ഫ്രണ്ട് സ്ക്രീന് പിടിച്ചാൽ നമുക്ക് കാണാം. പെട്ടെന്ന് റൊട്ടേറ്റ് ചെയ്താൽ അടിപൊളിയായിട്ട് അങ്ങനെയും കാണാം. ഇവിടെയൊക്കെ ഒരു GoPro എന്ന് വന്നുകൊണ്ട് സാധനം നൈസാണ് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ പവർ ഓഫും പിന്നെ കൺട്രോളിങ് മേലെയാണ് വരുന്നത്. സിമ്പിളായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഒരുപാട് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വ്ളോഗിങ്ങിൽ നമ്മൾ എടുക്കുന്നത്. ഇത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഉപകാരം ഉണ്ടായിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു GoPro എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാറ്ററി വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് ജസ്റ്റ് ഒന്ന് താത്തി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി പുറത്തെടുക്കാം, കാണാനൊക്കെ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ. നമുക്ക് എക്സ്ട്രാ ബാറ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ട് കൊടുത്ത് മാറ്റി നമുക്ക് അപ്പം തന്നെ യൂസ് ചെയ്യാനും കഴിയും. അതൊക്കെ ഒരു ഫീച്ചറാണ് GoProൻ്റെ. പിന്നെ അത്യാവശ്യം നേരെ ഏകദേശം ഒരു മണിക്കൂർ നമുക്ക് ചാർജിങ് കപ്പാസിറ്റി കിട്ടും ഈ ഒരു സാധനത്തിൽ. നോക്കിയാൽ ഇപ്പോഴും ഒരു കുഴപ്പമില്ല. സംഭവം നമ്മൾ യൂസ് ചെയ്യൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഫിനിഷിംഗ് ആയിട്ട് സാധനം എടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് കൊണ്ടെടുക്കാൻ, കയ്യിൽ ഹാൻഡിൽ ചെയ്യാൻ, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഒക്കെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനായിട്ട് എനിക്ക് GoPro തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ GoPro ചൂസ് ചെയ്തത്, GoPro എടുത്തത്. കാര്യമായിട്ട് ഇത്രയൊക്കെയാണ് GoProനെ പറ്റിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരാം, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം. കൂടുതൽ ഡീറ്റെയിൽസ് തരാം. പിന്നെ GoPro ആവശ്യമുള്ളവർ ബന്ധപ്പെടാം. ആ സാധനം GoPro ഞാൻ സെല്ല് ചെയ്യുകയാണ് നിലവിൽ. അപ്പോൾ അപ്പോൾ GoProയിലേക്ക് കഴിഞ്ഞ് നമ്മൾ ഐഫോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഐഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബെറ്ററായി തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ ക്ലാരിറ്റി തന്നെയാണ്. ഐഫോണും GoProയും കൂടി കമ്പാരിസൺ എനിക്ക് നോക്കുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ഐഫോണാണ്. പിന്നെ നിങ്ങൾ നോക്കണം കേട്ടോ, അതൊരു 40,000 റുപ്യേൻ്റെ മുതലും ഇതൊരു 90,000 റുപ്യേൻ്റെ മുതലുമാണ്. അപ്പോൾ അതിനുള്ള ക്ലാരിറ്റിയും കാര്യങ്ങളും വ്യത്യാസം വരും. പിന്നെ ഇതൊരു ഫോണാണ്, അതൊരു ക്യാമറയാണ്. അപ്പോൾ ആ ഒരു രണ്ടും കൂടി നിങ്ങൾ നോക്കാം. രണ്ടും പർപ്പസും എല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ കമ്പാരിസൺ ചെയ്യുക. ഇപ്പം എൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐഫോണിൽ പറ്റിയിട്ടുള്ളൊരു ബെറ്ററായിട്ട് കാര്യം വീഡിയോക്ക് ബെറ്ററാണ്. പിന്നെ ഫോട്ടോ കാര്യങ്ങൾ എടുക്കാം. GoProനെ അപേക്ഷിച്ച് GoProയിൽ വീഡിയോസ് ബെറ്ററാണ്, പക്ഷേ ഫോട്ടോസ് അത്ര ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വീഡിയോസ് സെറ്റാണ്. ഐഫോണും രണ്ടും കൂടി നോക്കുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ഐഫോൺ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള വീഡിയോ എടുക്കാൻ. പിന്നെ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ക്യാമറ, പിന്നെ
നമ്മൾ ഹെൽമെറ്റിലൊക്കെ പിടിപ്പിച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മോട്ടോ വ്ളോഗ് ചെയ്യുന്നവർക്ക് ബെറ്റർ ഈ ഒരു ഗോപ്രോ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഗോപ്രോൻ്റെയും ഐഫോണിൻ്റെയും ബാറ്ററി ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ, ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി കൂടുതൽ നിൽക്കുന്നത് ഗോപ്രോൻ്റെ ബാറ്ററിയാണ് കൂടുതൽ ചാർജ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എക്സ്ട്രാ ബാറ്ററി ഉണ്ടെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാം. ഐഫോൺ ആകുമ്പോൾ പിന്നെ നമുക്ക് ചാർജിലിടണം, അങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ഇത് ഫോണാണ്, അത് ക്യാമറയാണ്, രണ്ട് യൂസാണ്. അപ്പോൾ ഒന്നും കൂടി ബാറ്ററി നോക്കുമ്പോൾ ഗോപ്രോ ആണ് കുറച്ചും കൂടി ബാക്കപ്പ് ഉള്ളതെന്ന് എനിക്ക് പറയാനുള്ളത്. മെമ്മറി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഐഫോണിൽ നമുക്ക് എക്സ്ട്രാ മെമ്മറി ഇടാൻ പറ്റില്ല, ഇതിലുള്ള ഉണ്ടാവുള്ളൂ ഫോണിലുള്ളത്. അപ്പോൾ അത് ഫുള്ളാക്കി നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോകണം. അതുപോലെ ഗോപ്രോയിലാണെന്നുണ്ടെങ്കിൽ, ഗോപ്രോയിൽ നല്ല ഏതൊരു ക്യാമറയിലാണെങ്കിൽ നമുക്ക് മെമ്മറി എക്സ്ട്രാ ഇടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ മെമ്മറി ഇപ്പോൾ ഫുള്ളായി കഴിഞ്ഞാലും നമുക്ക് വേറെ ഇട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഉള്ളത് 64 GB മെമ്മറിയാണ്. പക്ഷെങ്കിൽ അത് പെട്ടെന്ന് സ്റ്റോറേജും കാര്യങ്ങളൊന്നും ഫുള്ളായിട്ടില്ല. എന്നാലും ഐഫോൺ നമുക്ക് ഫോണായി യൂസ് ചെയ്യുന്നതിന് തന്നെ പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാവും. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബാറ്ററി, മെമ്മറി, അങ്ങനത്തെ എക്സ്ട്രാ സംഭവങ്ങൾ നോക്കുമ്പോൾ ഗോപ്രോ അല്ലെങ്കിൽ ക്യാമറ വേറെ എടുക്കുന്നത്, ക്യാമറ ആയിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഐഫോണ് നമുക്ക് ഒരു ചെറിയ ആവശ്യങ്ങളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഐഫോൺ ഈസ് ബെറ്റർ എന്ന് ഞാൻ പറയും. ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഏതായാലും വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഐഫോൺ, നമ്മളെ ഗോപ്രോ, ഇത് രണ്ടും കൂടി ഉള്ളൊരു കമ്പാരിസൺ, എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനത്തെ ഷെയർ ചെയ്ത് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഫോൺ ഏതാണ് നല്ലത്, അല്ലെങ്കിൽ ഐഫോണിൽ ഏത് മോഡലാണ് നല്ലത്, ഗോപ്രോ കൊള്ളാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ക്ലിയർ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇടാന്നുള്ള രീതി ഞാൻ ഇട്ടതാണ്. കൂടുതൽ നിങ്ങൾക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാലും മതി, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. എന്തെങ്കിലും ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ മാക്സിമം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.